അതുള്ളൂ. അപ്പം ഇന്ന് നമുക്കൊരു പണി കിട്ടി വരുവാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വാതിക്കൽ ഒരു ലക്ഷ്മി തരുവിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ഇതൊന്ന് ചരിഞ്ഞു അത് കീറി വരുന്നുണ്ട്. മിക്കവാറും ആ മരം വീഴുന്ന ലക്ഷണമുണ്ട്. പക്ഷെ അത് എപ്പോൾ വീഴുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് വാതിക്കലോട്ട് തന്നെയാണ്, നമ്മുടെ വാതിക്കൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഇത് നമ്മുടെ ദേഹത്തൊക്കെ വീഴുവാണെങ്കിൽ എപ്പോൾ വീഴുമെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഇച്ചിരി ഒരു കാറ്റിങ്ങനെ മഴയിൽ നിന്നൊന്ന് തോറി ഇങ്ങനെ വരുവാണ്. ഒന്ന് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പം ഇത് വീഴുന്നതുമില്ല, ഇതിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അതിൻ്റെ താഴെയായിട്ടാണ് ഇങ്ങനെ അത് ഇച്ചിരി പൊട്ടിക്കീറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ വീണില്ല, ഇന്ന് രാവിലെ ആയപ്പോഴാണ് നല്ലൊരു കാറ്റ് വീശിയപ്പോഴത്തേക്ക് ആ മരം അങ്ങ് മറിഞ്ഞ് വീണ് നമ്മുടെ വാതിക്കൽ തന്നെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. തെക്കോട്ട് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാനോ കുഞ്ഞിന് ട്യൂഷന് പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളത് കുറേശ്ശെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റുവാണ്. അല്ലാതെ നമുക്ക് പുറത്തോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പം നമ്മളിത് വെട്ടി മാറ്റാൻ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് പോകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് അതിൻ്റെ ചെറിയ ശിഖരങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ അത് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. നമുക്കൊന്ന് പുറത്ത് പോകാനും ഒന്നും വേറെ നിവൃത്തിയില്ല. അങ്ങനെ പിന്നെ ആദ്യം ഞങ്ങളങ്ങനെ ചെറിയ ശിഖരങ്ങളൊക്കെ ഇട്ട് പിന്നെ ഏട്ടൻ തന്നെയാണ് അത് കംപ്ലീറ്റും അത് വെട്ടി മാറ്റിയത്. അപ്പോൾ എന്നോടും പറഞ്ഞ് അത് ചെയ്യേണ്ട, ഭയങ്കര കൈവേദനയൊക്കെ എടുക്കുമെന്ന് വെച്ചാണ് മാറിയത്. അപ്പോൾ ആച്ചുക്കുട്ടനെ എങ്ങനെയെങ്കിലും വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്തോട്ടൊക്കെ വരണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇറങ്ങാതെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഏട്ടൻ നിന്ന് തന്നെ എല്ലാം അത് ചെയ്ത് ഓരോ ശിഖരങ്ങൾ. അപ്പോൾ കുഞ്ഞിന് ട്യൂഷന് പോകണമെന്നും പറഞ്ഞാണ് ഇപ്പം തന്നെ അതങ്ങ് വെട്ടി മാറ്റുന്നത്. ചാറ്റൽ മഴ ഉള്ളെങ്കിലും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മഴയൊന്ന് തഞ്ചി നിൽക്കുവാണ്. പക്ഷെ നല്ല വെയിറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ തടിക്കുമൊക്കെ. അപ്പോൾ അത് ഏട്ടൻ ഒറ്റയ്ക്കാണ് പൊക്കമൊക്കെ ചെയ്തത്. എന്നാലും പുള്ളി നമ്മളെ കൊണ്ട് ചെയ്യിക്കാതെ തന്നെ എല്ലാം ഏട്ടൻ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു പോയി. അങ്ങനെ ഭയങ്കര ഞാൻ വീഡിയോ പിടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര മാറ്റെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ വീഡിയോ പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ആച്ചുക്കുട്ടനാണെങ്കിൽ പിന്നെ കുറേ നേരമൊക്കെ വാതിക്ക് നോക്കി നിന്ന് പിന്നെ എന്നെ കുറേ വഴക്കൊക്കെ കുറ്റം പറഞ്ഞിട്ടങ്ങ് പോയി. എന്ന് വെച്ചാൽ കുഞ്ഞിനെ വെള്ളത്തിലിറക്കാത്തതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ ഒരുവിധം ഇങ്ങനെ പിന്നെ വെട്ടി മാറ്റുവാണ്. അപ്പോഴേക്ക് ഏട്ടൻ പറയുന്നുണ്ട്, നീ അകത്ത് പോയിക്കോ, തണുപ്പാണ്, വേണ്ട നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് പോയി എന്തെങ്കിലും ജോലി ഒതുക്കുക, ആച്ചുക്കുട്ടനെ ട്യൂഷന് വിടാമെന്ന്. പിന്നെ ഞാനങ്ങ് മടിച്ച്. കുഞ്ഞിന് ഇന്ന് ഏതായാലും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഇത്രയും നിറഞ്ഞു കിടക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെടിയൊക്കെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ വെള്ളമായതുകൊണ്ട് നമ്മളിതൊക്കെ സ്റ്റെപ്പിലോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്ക് നമ്മളകത്ത് കയറി. അപ്പോൾ ഏട്ടൻ അത് വെട്ടിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാനപ്പോൾ ഓർത്ത് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ച് മത്തിയാണ് കിട്ടിയത്. പിന്നെ പെട്ടെന്ന് തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി പച്ച ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് അവിയൽ കണക്ക് ഒരു കുഴ കണക്കാണ് വെക്കുന്നത്. വേറെ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടുന്നില്ല ഇതിനകത്തേക്ക്. അപ്പോൾ ഇതും എടുത്ത് അപ്പോൾ രാവിലെ എന്നെ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ഇവിടെ ചക്കയൊക്കെ അരിഞ്ഞ് ഇത്തിരി അങ്ങ് അരപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് കുക്കറിലോട്ട് അടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കുഴ കണക്കാണ് വെക്കുന്നത്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കടുകൊക്കെ കൂടെ പൊട്ടിച്ചും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന് ചുമ്മാ നമുക്കിങ്ങനെ കുഴ കണക്കാണെങ്കിൽ ഇത് കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.
പിന്നെ ബാക്കി നമ്മൾ കറി താളിക്കണമായിരുന്നു. മീൻകറി ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉലുവ മാത്രം ഞാൻ ഇട്ട് പൊട്ടിക്കുന്നുള്ളൂ, കൊച്ചുള്ളി ഒന്നും ചേർത്തില്ല. അപ്പോൾ ഇന്ന് നന്നായിട്ട് കുഴഞ്ഞു പോയി. നല്ല ക്ഷീണവും കാര്യങ്ങളും ഒത്തിരി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ നല്ല വിലയും കാര്യങ്ങളും. അതിരുന്നാലും അതിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുത്ത് ഇവിടെ ആറ്റുകുട്ടിനും പപ്പാക്കും വേണ്ടി ഒഴിച്ചു കൊടുക്കും. എന്നാലും കുഞ്ഞു മീനിപ്പോൾ അധികം കഴിക്കുന്നില്ല. പിന്നെ നമ്മൾ രാവിലെ വെച്ച കോവയ്ക്കാൻ വേണ്ടി പുരട്ടിയതും ചക്ക അവിയലുണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് നോക്കി എല്ലാം റെഡിയായെന്നൊക്കെ നോക്കി. പിന്നെ നമുക്ക് ഇത്തിരി തുണി അലക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് ധൃതി വെച്ച് നമുക്ക് നല്ല മഴയാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. മീൻകറി എല്ലാം ഇതിപ്പോൾ ഇന്നലത്തെ മീൻകറിയായിരുന്നു, മുളക് കറി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് തുണി ഇത്തിരി ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് നമ്മൾ കഴുകി അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ തോരുന്നതനുസരിച്ച് നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ വെച്ച് അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം മരമെല്ലാം എല്ലാം വെച്ച് നോക്കി. അപ്പോൾ വലിയൊരു കമ്പ് മാത്രം ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ നന്നായിട്ട് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ പോയി കുടിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടിലോ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.